നമസ്കാരം. ഇന്ന് നാം കാണുന്നത് 2025 PSC പരീക്ഷയിൽ ശ്രദ്ധേയമായ ഒരു ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് രാഷ്ട്ര നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 51 നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ആദ്യം ചോദ്യം ഒന്ന് നോക്കാം, അതിനുശേഷം നമുക്കതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ശരിയുത്തരം അനുച്ഛേദം 51(4) അപ്പൊ നമുക്കറിയാം, പൊതുവിൽ PSC പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് ആർട്ടിക്കിൾ 51 രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളിലാണ് വരുന്നത്. അന്താരാഷ്ട്ര സമാധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്നാണ് നമ്മൾ ആർട്ടിക്കിൾ 51 കുറിച്ച് സാമാന്യമായി പഠിക്കുന്നത്. എന്നാൽ അതിന് 4 സബ് ആർട്ടിക്കിളുകളുണ്ട്. അതായത് 51 തന്നെ 4 വിഭജിക്കാം. അത് എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുക. അപ്പൊ അതിനു മുമ്പ് 51 ആർട്ടിക്കിൾ 51 പറയുമ്പോഴത്തേക്കും അത് എവിടെ വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം, ഏത് ഭാഗത്താണ് വരുന്നത്. അപ്പൊ നമുക്കറിയാം, ഭരണഘടനയിലെ പാർട്ട് 4 രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ, അതായത് DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പ്രതിപാദിക്കുക. അപ്പോൾ പാർട്ട് 4 എവിടെ മുതലുണ്ട് ആർട്ടിക്കിൾ? 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളിലാണ് DPSPയെ കുറിച്ച് പ്രതിപാദിക്കുക. ഇനി എന്താണ് രാഷ്ട്ര നിർദ്ദേശക തത്വം? രാഷ്ട്ര നിർദ്ദേശക തത്വം എന്നാൽ ഒരു ക്ഷേമ രാഷ്ട്രം പടുത്തുയർത്തുന്നതിന് വേണ്ടി രാഷ്ട്രം നിർമ്മിക്കേണ്ട ചില നിയമങ്ങളെ പറ്റി അല്ലെങ്കിൽ ചില വസ്തുതകളെ പറ്റി പറയുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പൊ അതിന് ആർട്ടിക്കിളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ 36 മുതൽ 51 വരെയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിലെ പ്രധാനപ്പെട്ട 1-2 ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 36 രാഷ്ട്ര നിർദ്ദേശക തത്വത്തിന്റെ നിർവചനം അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ എന്ന് പറയാം. പിന്നെ എന്താണ് ആർട്ടിക്കിൾ 37? ആർട്ടിക്കിൾ 37 രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത്. അതായത് നോൺ ജസ്റ്റിസയബിൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് കരുതി ഒരു പൗരന് കോടതിയെ സമീപിച്ച് അത് നടപ്പിലാക്കാൻ സാധ്യമല്ല. ഇത് രാഷ്ട്രത്തിന് അനിവാര്യമെന്ന് തോന്നിയാൽ മാത്രം ഒരു രാജ്യം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുക. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 37 പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? യൂണിഫോം സിവിൽ കോഡ്, അതായത് ഏകീകൃത സിവിൽ കോഡ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇനി ആ ഉത്തരാഖണ്ഡിൽ എന്നാണ് അത് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27 ജാനുവരി 2025, അതായത് റിപ്പബ്ലിക് ദിനത്തിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഈ നിയമം UCC ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്നത്. അപ്പൊ ആ വസ്തുതകളും നമുക്ക് മനസ്സിലായി. ഇനി DPSPയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇന്ത്യ എവിടെ നിന്ന്, ഏത് ഭരണഘടനയിൽ നിന്നാണ് DPSP കടമെടുത്തത്? എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയർലൻഡിന്റെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തത്. ഇനി അവിടെ വേറെ ഒരു സത്യം ഒളിഞ്ഞെടുപ്പുണ്ട്. ഇനി അയർലൻഡിലെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് DPSP കടമെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പെയിനിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അയർലൻഡ് കടമെടുത്തതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇനി രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണം എന്നാവശ്യപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്. അത് ഏത് കമ്മിറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സപ്രൂ കമ്മിറ്റിയാണ്. സപ്രൂ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അപ്പൊ നമ്മൾ പഠിച്ചു, പ്രധാനപ്പെട്ട 1-2 ആർട്ടിക്കിൾ നോക്കി, 37 നോക്കി, 44 നോക്കി. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ആർട്ടിക്കിളാണ് 39D. ആർട്ടിക്കിൾ 39 സ്മോൾ ലെറ്റർ D. ഇതെന്താണ് പറയുന്നത്? ഇത് തുല്യ ജോലിക്ക് തുല്യ വേതനം, അതായത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 39. എന്താണ് ആർട്ടിക്കിൾ 45? 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം രാഷ്ട്രത്തിന്റെ ചുമതലയാണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ട് നമുക്ക് അറിയാവുന്ന ചില വസ്തുതകളാണ്. ഇനി നമ്മൾ നോക്കുന്നതാണ് ആർട്ടിക്കിൾ 51 സബ് ക്ലാസിഫിക്കേഷൻ. എങ്ങനെ നമുക്ക് ആർട്ടിക്കിൾ 51 ക്ലാസിഫൈ ചെയ്യാം? 51 4 നമുക്ക് തിരിക്കാം. ആർട്ടിക്കിൾ 51. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? ആർട്ടിക്കിൾ 51 1, ആർട്ടിക്കിൾ 51 2, 51 3, 51 4 ഇങ്ങനെയായിരുന്നു.
എന്തിനാണ് അവർ ബോധപൂർവം 51-ൽ എ എന്നുള്ളത് ഒഴിവാക്കിയത്? ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ്. 51-ൽ സ്മോൾ എയും എഴുതാം, 51-ൽ ക്യാപിറ്റൽ എയും എഴുതാം. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? 51-ൽ ക്യാപിറ്റൽ എ വന്നു കഴിഞ്ഞാൽ ഇത് കൂട്ടിച്ചേർത്തതാണ്. നമുക്കറിയാം 42-ാം ഭരണഘടനാ ഭേദഗതി 1976. ഈ 1976-ലെ 42-ാം ഭേദഗതി, അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് നമ്മുടെ ഭരണഘടനയിൽ പാർട്ട് 4A കൂട്ടിച്ചേർത്തത്. അതായത് എന്താണ്? മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് 42-ാം ഭേദഗതിയിലൂടെയാണ്, 51A ആർട്ടിക്കിൾ. അപ്പൊ അത് നമുക്കറിയാം, മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തു. അങ്ങനെ കൂട്ടിച്ചേർക്കുന്ന ആർട്ടിക്കിളെ സൂചിപ്പിക്കുന്നതാണ് ക്യാപിറ്റൽ എ കൊണ്ട്. അതേസമയം ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിളിൽ തന്നെ പല പല സബ്സെക്ഷൻ കാണും. അങ്ങനെയുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് സ്മോൾ ലെറ്റർ എ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1, 2 എന്നുള്ള സംഖ്യകളും ഉപയോഗിക്കാം. അപ്പൊ ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 51-ൽ 1. ആർട്ടിക്കിൾ 51-ൽ 1 ശരിക്കും അന്താരാഷ്ട്ര സമാധാനത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും പറയുന്നത് ആർട്ടിക്കിൾ 51-ൽ 1. ഇന്റർനാഷണൽ പീസിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 51-ൽ 1. അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 51-ൽ 2? ഇത് പറയുന്നത് രാജ്യങ്ങൾക്കിടയിൽ മാന്യമായ ബന്ധം പുലർത്തുന്നതിനെ കുറിച്ചാണ്. രാജ്യങ്ങൾ പരസ്പരം ആക്രമിക്കാതിരിക്കുക, അവക്കിടയിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ആർട്ടിക്കിൾ 51-ൽ 2 പറയുക. അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 51-ൽ 3? ഇത് നമ്മുടെ രാജ്യം, ഇപ്പൊ നമ്മളൊരു രാജ്യമാണ്. ഈ രാജ്യം, ഇന്ത്യ എന്നുള്ള രാജ്യം എന്ത് ചെയ്യണം? അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള ബഹുമാനം വളർത്തുക. അന്താരാഷ്ട്ര നിയമങ്ങളെ നാം അംഗീകരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 51-ൽ 3. ഇനി എന്താണ് ആർട്ടിക്കിൾ 51-ൽ 4? ഇതാണ് PSC ചോദിച്ചത്. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുക. നമുക്കൊരു യുദ്ധം പോലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവാതെ നോക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെറിയ തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുക. ഇതും ഒരു ക്ഷേമ രാഷ്ട്രത്തിന്റെ ഒരു തത്വമാണ് ഈ പറയുക. അപ്പൊ ഈ ആർട്ടിക്കിളാണ് ഇനി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റ് ആർട്ടിക്കിളുകളും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇവിടെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 50. എന്താണ് ആർട്ടിക്കിൾ 50? ഈ ആർട്ടിക്കിൾ 50-ലാണ് ജുഡീഷ്യറി, അതായത് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അതായത് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് ഇനി നോക്കേണ്ടത് മറ്റ് ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 51-ൽ 1, 51-ൽ 2, 51-ൽ 3. അപ്പൊ ഈ പറഞ്ഞ വസ്തുതകൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.